നമസ്കാരം. നാളെ ഏവരും കാത്തിരിക്കുന്നതായ സ്വർഗവാതിൽ ഏകാദശിയാകുന്നു. സ്വർഗവാതിൽ ഏകാദശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ഈ വീഡിയോയിലൂടെ ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും വ്രതം എപ്രകാരം ശരിയായ രീതിയിൽ അനുഷ്ഠിക്കാം ഇതേക്കുറിച്ചും വിശദമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ ഏകാദശിയുമായി ബന്ധപ്പെട്ട് ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യം തേടിയെത്താം. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഏകാദശി മുതൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ അറിയാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരാകുന്നു. ഇവർക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഏകാദശി മുതൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഭഗവാൻ നിങ്ങളെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതായ സാഹചര്യം എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ ജീവിതത്തിൽ പ്രതികൂലമാകുന്ന കാര്യങ്ങൾ പോലും അനുകൂലമായി തീരാം. തന്മൂലം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ് പരമായി പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ അതെല്ലാം തരണം ചെയ്ത് നേട്ടങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതായി മാറും. ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ വന്നു ചേരുന്നതായ സൗഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കുക. സാമ്പത്തികപരമായി മികച്ച മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. സാമ്പത്തികപരമായ പലവിധ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. കൈകളിലേക്ക് ധനം വന്നു ചേരാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചാൽ പോലും പുതിയ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും കൈകളിലുള്ള ധനം പോലും നിങ്ങൾക്ക് നഷ്ടമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. കൈകളിലേക്ക് ധനം വന്നു ചേരുന്ന അളവ് കുറയുന്നതാണ്. ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ് വാസ്തവം. ഇതിൽ നിന്നും ഒരു പരിഹാരം തേടുന്നവരാണ് നിങ്ങൾ എന്ന കാര്യം തീർച്ചയാകുന്നു. അതിലുള്ള മാറ്റങ്ങളാണ് ഏകാദശി മുതൽ പ്രകടമായി തുടങ്ങുക എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പലതരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ പല കാര്യങ്ങളും ചെയ്യുവാൻ മനസ്സ് മടുത്തിരിക്കുന്നതായ സാഹചര്യം, മനസമാധാനം നഷ്ടപ്പെടുന്നതായ സാഹചര്യം, പല വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായി ഇടപെടുകയോ അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സ് അലോസരപ്പെടുത്തുന്നതായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന പ്രാർത്ഥന ഭഗവാന്റെ അനുഗ്രഹത്താൽ സഫലീകരിക്കാൻ പോകുന്നതായ മുഹൂർത്തമായി ഏകാദശിയെ പരാമർശിക്കാം. കാരണം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയും. പല പ്രശ്നങ്ങളെയും യഥാവിധി തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനോടൊപ്പം നേട്ടങ്ങൾക്ക് ഉതകുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഭഗവാനായി തന്നെ തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും പല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ സഹായകരമായി തീരുകയും ചെയ്യാം. പല ആഗ്രഹങ്ങൾ നടക്കുന്നതായ സാഹചര്യം, സാമ്പത്തികം അതിശക്തമാകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമായി തീരാം. ചില വ്യക്തികളെ തിരിച്ചറിയാൻ സാധിക്കാത്തത് നിങ്ങളുടെ ജീവിതത്തിലെ പരാജയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതെല്ലാം വഴിമാറി പോകുന്ന സാഹചര്യം. ഭഗവാനെ നിങ്ങൾ വിശ്വസിക്കുന്നത് മൂലം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതിനാൽ തന്നെ പല വ്യക്തികളെയും മനസ്സിലാക്കുവാനും അവരുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആപത്കരമായ ഏതൊരു അവസ്ഥയിൽ നിന്നും ഭഗവാൻ നിങ്ങളെ കാത്തുരക്ഷിക്കും എന്ന വ്യക്തമായ സൂചന വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രകടമായി തുടങ്ങും. അതിനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. ഈ സമയം ഭഗവാനെ ആരാധിക്കുക. സാധിക്കുന്ന ഏവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. സാധിക്കാത്തവരാണ് എങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ഇന്നേ ദിവസം തീർച്ചയായും അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ പ്രധാനമായും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തി മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുക തന്നെ ചെയ്യും. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കൃപാകടാക്ഷം ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. തന്മൂലം പലവിധ നേട്ടങ്ങൾക്കും കാരണമാകുന്ന കാര്യങ്ങൾ സംഭവിക്കാം. പലവിധ പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ.
ദോഷഫലങ്ങൾ ജീവിതത്തിലേക്ക് അല്പം കൂടുതലായി കടന്ന് വരുന്നതായ സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതായ കാര്യങ്ങൾ സംഭവിക്കുന്നു. പലവിധ സംശയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അതിനാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ, ആരും മുന്നിൽ നിന്നും മാർഗദർശനം നൽകുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. വഴി കാണിച്ചു തരുന്നില്ല എന്നതാണ് വാസ്തവം. മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്നു. കൂടാതെ ഏത് കാര്യം ചെയ്യുമ്പോഴും കാര്യതടസ്സം, പരാജയങ്ങൾ നിഴലിക്കുന്നു എന്നതും നിങ്ങൾ നേരിടുന്നതായ ഒരു പ്രശ്നം തന്നെയാകുന്നു. ഇതിൽ മാറ്റം വരണം എന്ന ആഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്നു എങ്കിൽ പോലും ചെയ്യുന്ന കാര്യങ്ങൾ അതിന് സഹായകരമാകുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്ന് ഭവിച്ചിട്ടുള്ളതിനാൽ തന്നെ ഇതിൽ മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങും. പല കാര്യങ്ങളും ക്രമേണ അനുകൂലമായി തീരും. പ്രതിസന്ധികളെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പലവിധ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിങ്ങൾക്ക് തന്നെ കണ്ടെത്തുവാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റിലോ മറ്റൊരു വ്യക്തിയുടെ സഹായത്താലോ അതിന് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. സാമ്പത്തിക പ്രയാസങ്ങൾക്ക് അല്പം അറുതി വരുന്ന സമയമാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ സന്തോഷകരമായ സാഹചര്യങ്ങൾ വർദ്ധിക്കുകയും ശരിയായ രീതിയിൽ തന്നെ പ്രവർത്തിക്കാനും ചിന്തിക്കാനും സാധിക്കുന്നതിനാലും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതിനാലും ധനനേട്ടങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതായി മാറാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ധനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൈകളിലേക്ക് വന്നു ചേരാം. അധിക ബാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും അത് ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ദോഷഫലങ്ങൾ ക്രമേണ കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നതായ സംശയങ്ങൾ അത് ദൂരീകരിക്കുകയും ശരിയായ രീതിയിലുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ അല്പം മികച്ചതായി തീരും. കൂടാതെ ഈ സമയം ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാര്യവിജയങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കാര്യവിജയങ്ങൾ നേടുവാനും കാര്യ തടസ്സങ്ങളെ ഒഴിവാക്കുവാനും സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം തൊഴിൽപരമായി നിങ്ങൾ നേരിടുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. പ്രതീക്ഷിക്കാതെ തന്നെ സഹപ്രവർത്തകരുടെയോ സുഹൃത്തുക്കളുടെയോ വേണ്ടപ്പെട്ടവരുടെയോ സഹായം, പിന്തുണ അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യാം. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. വൃശ്ചികം രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ അനുകൂലമായി ഭവിക്കുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. പല കാര്യങ്ങളിലും മനസ്സ് മടുത്തിരിക്കുന്നതായ സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ അത്രയും വിജയമാകുന്നില്ല എന്നതും വാസ്തവമായ കാര്യമാകുന്നു. പലവിധ തടസ്സങ്ങളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. ലഭിക്കേണ്ടതായ ധനം പോലും പല തടസ്സങ്ങളാൽ അകന്നു പോകുന്ന സാഹചര്യം. കൈകളിലേക്ക് പണം വന്നാൽ പോലും പെട്ടെന്ന് ചെലവായി പോകുന്നതായ സാഹചര്യം. കടം വാങ്ങേണ്ടതായ സാഹചര്യം, കടം വർദ്ധിക്കുന്നതായ സാഹചര്യം. ഇത്തരം പ്രശ്നങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ഏകാദശി മുതൽ ഭഗവാന്റെ അനുഗ്രഹമുള്ളതിനാൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് രൂപം കൊള്ളുക. ഈ സമയം നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് ഊർജം ഭഗവാന്റെ അനുഗ്രഹത്താൽ വർദ്ധിക്കുന്നതാണ്. പ്രശംസ നേടുവാനും വിജയങ്ങൾ നേടുവാനും സാധിക്കുന്നതായ സാഹചര്യം. മികച്ചതായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിക്കും. ലാഭകരമായി തന്നെ പല കാര്യങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. സഹപ്രവർത്തകരുടെ പിന്തുണ, പ്രശംസ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും ലാഭം വന്നു ചേരാം. പല കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യുന്നതിനാൽ തന്നെ ആ കാര്യങ്ങളിൽ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം ആഗ്രഹങ്ങൾ, തടസ്സങ്ങളാൽ നീണ്ടു നിൽക്കുന്നതായ ആഗ്രഹങ്ങളിൽ ചിലതെങ്കിലും നടക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ആധ്യാത്മിക കാര്യങ്ങളിലും
താല്പര്യം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ട്. എന്തുകൊണ്ട് പരാജയപ്പെടുന്നു, കാര്യവിജയങ്ങൾ അകന്നു പോകുന്നു എന്ന വ്യക്തമായ ധാരണ നിങ്ങൾക്ക് വന്നു ചേരും. അതിനാൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ഉപദേശങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. വളരെ കാലമായി നീട്ടി വച്ചിരിക്കുന്നതായ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം. അധികാരികൾ പല കാര്യങ്ങളിലും തൃപ്തരാകുന്നതായ സമയം. മേലുദ്യോഗസ്ഥരിൽ നിന്നും നിങ്ങൾക്ക് അതിനാൽ അഭിനന്ദനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നതായ ദുരിതങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. വിദേശത്തേക്ക് ജോലിക്കായുള്ള ശ്രമങ്ങൾ വിജയം കാണുവാനുള്ള സാധ്യതകളുണ്ട്. നാട്ടിൽ തന്നെ മറ്റ് ജോലിയാണ് എങ്കിലും ലഭിക്കാവുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കും. അത് നിങ്ങൾക്ക് തന്നെ അത്ഭുതമായി തോന്നുന്ന സാഹചര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. അതിനാൽ തീർച്ചയായും ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്നതായ നക്ഷത്രക്കാർ ഏവരും ഭഗവാനെ നിർബന്ധമായും ആരാധിക്കേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായും നിങ്ങൾ വ്രതം അനുഷ്ഠിക്കാതിരിക്കരുത് എന്ന് തന്നെ പരാമർശിക്കാം. സാധിക്കുന്ന ഏവരും അനുഷ്ഠിക്കുക. കൂടാതെ മുൻപ് പരാമർശിച്ച പോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ഭഗവത് നാമങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുക.